മുൻ വീഡിയോയുടെ തുടർച്ച. ചോദ്യം ഇങ്ങനെയാണ്: അടിവരയിട്ട പദം ഏത് വിഭക്തിയിൽപ്പെടുന്നു? ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. കുഞ്ഞ് കുളിക്കുന്നു. ഇവിടെ കുഞ്ഞ് എന്ന നാമത്തിൽ പ്രത്യയം ചേർത്തിട്ടില്ല. അപ്പോൾ പ്രത്യയം ചേർക്കാതെ തന്നെ അർത്ഥം ലഭിക്കുന്നുണ്ട്. ഏതാണ് വിഭക്തി? നിർദ്ദേശിക. രണ്ടാമത്തതിൽ കുഞ്ഞിനെ എ എന്ന പ്രത്യയം അവിടെ വരുന്നുണ്ട്. അത് പ്രതിഗ്രാഹിക. ആഹാരം കഴിച്ചു. അപ്പോൾ ആഹാരം, വെള്ളം മുതലായവ നപുംസക നാമങ്ങളാണ്. അവയോട് പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ വിഭക്തി ഏതാണ്? പ്രതിഗ്രാഹിക. കുഞ്ഞിനോട് അമ്മ പറഞ്ഞു. കുഞ്ഞിനോട് എന്ന അടിവരയിട്ടിരിക്കുന്ന പദം ഏത് വിഭക്തിയിൽപ്പെടുന്നു? സംയോജിക. കുഞ്ഞിന് പാൽ നൽകി എന്നതിൽ കുഞ്ഞിന് എന്നത് ഏത് വിഭക്തിയിൽപ്പെടുന്നു? ഉദ്ദേശിക. രാജനാൽ എന്നത് പ്രയോജിക. സീതയുടെ എന്നത് സംബന്ധിക. അവനിൽ എന്നുള്ളത് ആധാരിക.